ഒരു റജബ് മാസത്തിന്റെ ഏതാണ്ട് അവസാന ഘട്ടങ്ങളിലൂടെയാണ് മുസ്ലിം ലോകം കടന്നുപോകുന്നത്. നമുക്കറിയാം, ചരിത്രപരമായി ഏറെ പ്രാധാന്യമുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമാക്കിയ മാസങ്ങളിൽ ഒന്നാണ് റജബ്. റജബ് മാസവും ദുൽഖഅദ് മാസവും ദുൽഹജ്ജ് മാസവും മുഹറം. ദുൽഖഅദ്, ദുൽഹജ്ജ്, മുഹറം ഹജ്ജുമായി ബന്ധപ്പെട്ട യാത്രകളുടെയും മടക്കയാത്രകളുടെയും ഹജ്ജ് കർമ്മങ്ങളുടെയും ഒക്കെ പേരിൽ പുരാതനമായ കാലം മുതൽ അറേബ്യൻ സമൂഹം അംഗീകരിച്ചു പോന്ന മാസങ്ങളാണ്. റജബ് മാസമാകട്ടെ അത്തരത്തിൽ പറയപ്പെടാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല യുദ്ധം നിഷിദ്ധമാക്കുകയും ആദരണീയമായ മാസമാണ് എന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും മുസ്ലിം സമൂഹം ധാരാളമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ഹബീബായ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഇസ്രാ മിഅ്റാജ് യാത്രകളുമായി ബന്ധപ്പെട്ടാണ്. ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും തലം എന്താണ് എന്നത് എല്ലാവർക്കും അറിയാം. വളരെ ചെറുപ്പത്തിലെ മദ്രസ പാഠഭാഗങ്ങളിൽ നിന്നും മറ്റനേകം ഖുത്ബകളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും ഒക്കെ മുസ്ലിം സമുദായത്തിന് പരിചിതമാണ് ആ രണ്ട് പദങ്ങൾ. ഇസ്രാ എന്ന് പറഞ്ഞാൽ രാത്രി യാത്ര എന്നും മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ഗോവണി എന്നും ആ പദങ്ങൾക്ക് അർത്ഥമുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഇസ്രായിൽ ഒന്നാമത്തെ സൂക്തം അത് ആരംഭിക്കുന്നത് സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് അഥവാ മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിച്ച അള്ളാഹുവിന്റെ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ചുരുക്കി ഏറ്റവും ലളിതമാക്കി പറഞ്ഞാൽ ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹയുടെ അഥവാ പിതൃവ്യ പുത്രി ഉമ്മു ഹാനിയ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ രാത്രി വിരുന്ന് കൂടിയിരിക്കുന്നു. ആ ഉറക്കത്തിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചുണർത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരം എന്ന് പറയാവുന്ന ഒരു സംഭവത്തിന് സാക്ഷ്യം വഹിപ്പിക്കുകയാണ്. അത് മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അഥവാ ഫലസ്തീനിലേക്കുള്ള യാത്രയാണ്. കേവലം ഫലസ്തീനിലേക്കുള്ള ഒരു യാത്ര എന്നത് മാത്രമല്ല, അവിടെ നിന്ന് 7 ആകാശങ്ങൾക്കപ്പുറം അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി സംസാരിക്കുകയും ഏതാനും ചില സമ്മാനങ്ങളുമൊക്കെയായി മടങ്ങി വരികയും ചെയ്യുന്നുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ മറ്റൊരു സാഹചര്യത്തിൽ ഇൻഷാ അല്ലാഹ് സൂചിപ്പിക്കാം. ആ യാത്രയിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച വാഹനത്തിന്റെ പേര് ബുറാഖ് എന്നാണ്. ആ പദവും നമുക്ക് സുപരിചിതമാണ്. ബർഖ് എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ ഇടിമിന്നൽ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലഘട്ടത്തിൽ 60 ദിവസത്തെ വഴിദൂരം ഒരു മനുഷ്യൻ മക്കയിൽ നിന്ന് പുറപ്പെട്ടാൽ മസ്ജിദുൽ അഖ്സയിലേക്ക് ഫലസ്തീനിലേക്ക് എത്തിച്ചേരണമെങ്കിൽ 60 ദിവസത്തെ യാത്രാ ദൂരമുണ്ട്. ആ വഴിദൂരമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് പോയി ആകാശം കടന്ന് മടങ്ങി തിരിച്ചു വന്നിട്ടുള്ളത്. അതിന് ഉപയോഗപ്പെടുത്തിയ വാഹനത്തിന്റെ പേര് ബുറാഖ് അഥവാ പ്രകാശ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒന്ന്. അത് അള്ളാഹുവിന്റെ അധീനതയിൽപ്പെട്ടതാണ്.
പിറ്റേ ദിവസം ഈ വാർത്ത കേൾക്കുമ്പോൾ മക്കയിലെ ജനങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു ആശ്ചര്യമുണ്ട്. കേട്ടവരൊക്കെയും മൂക്കത്ത് വിരൽ വെച്ചു. എങ്ങനെയാണ് ഇത്രയും ദൂരം കടന്ന് ഒരു മനുഷ്യൻ ഒരൊറ്റ രാത്രി കൊണ്ട് പോയി വരാൻ കഴിയില്ല? ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് അന്വേഷണങ്ങൾ, സംശയങ്ങളുടെ മുനയിൽ നിന്നുകൊണ്ടുള്ള ഒരുപാട് നിരീക്ഷണങ്ങൾ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് എല്ലാത്തിനും മറുപടി കൊടുക്കുന്നുണ്ട്. ആ സന്ദർഭത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് സിദ്ദീഖ് എന്ന വിളിപ്പേര് പോലും വരുന്നത്. അതുവരെ അബ്ദുൽ കഅബ ആയിരുന്ന മനുഷ്യനെ അബൂബക്കറാക്കി. ഇസ്രാ മിഅ്റാജിന്റെ യാത്രയെ കുറിച്ച് ആളുകൾ ഇങ്ങനെ മുഹമ്മദിന്റെ ഭ്രാന്ത് അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയിരിക്കുന്നു. അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നതിനിടയിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണ് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത്. കേട്ട മാത്രമേ അള്ളാഹുവിന്റെ റസൂലാണോ എങ്കിൽ സത്യമാണ്. അങ്ങനെയാണ് സിദ്ദീഖ്, സത്യപ്പെടുത്തുന്നവൻ എന്നുള്ള പേര് വരുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇസ്രായേലിന്റെയും മിഅ്റാജിന്റെയും യാത്രയുടെ അത്ഭുതങ്ങളെ കുറിച്ച് പറയാനല്ല. അത് മുൻപ് പറഞ്ഞിട്ടുണ്ട്. 7 ആകാശങ്ങളിൽ, ഓരോ ആകാശങ്ങളിലും കണ്ട കാഴ്ചയെക്കുറിച്ച്, അതിന്റെ ഏറ്റവും പ്രാധാന്യമുള്ളൊരു വശത്തെക്കുറിച്ച് ഒറ്റവാക്കിൽ സൂചിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി നടക്കുന്ന സംഭാഷണമുണ്ട് 7-ാം ആകാശത്തിൽ. ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന ഒരു കേന്ദ്രം, ആ ബൈത്തുൽ മഅ്മൂർ എന്ന് പറയുന്ന കേന്ദ്രം നമ്മൾ മനസ്സിലാക്കേണ്ടത് മക്കയിൽ നിന്നാണ് അല്ലാഹുവിന്റെ റസൂൽ പുറപ്പെടുന്നത്. അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ എത്തുന്നു. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആകാശത്തേക്ക് എടുക്കുന്നു. 1, 2, 3 അങ്ങനെ 7-ാം ആകാശം എത്തുമ്പോൾ യഥാർത്ഥത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ടുള്ളത് ഭൂമിയിലെ കഅബാലയത്തിന്റെ മുകളിലാണ്. ബൈത്തുൽ മഅ്മൂർ എന്ന് പറഞ്ഞാൽ പരലോകത്തെ കിബിലയാണ്, സദാ ആൾസഞ്ചാരമുള്ള ഭവനം. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവിടേക്ക് പുറംതിരിഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ അഭിമുഖീകരിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അള്ളാഹുവുമായി നടത്തുന്ന സംഭാഷണത്തിന്റെ ശകലം അത് ആരംഭിക്കുന്നത് അത്തഹിയാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, എല്ലാ അഭിവാദ്യങ്ങളും എല്ലാ അനുഗ്രഹങ്ങളും സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് എന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന മറുപടി അസ്സലാമു അലൈക അയ്യുഹൻ നബി, അള്ളാഹുവിന്റെ നബിയെ താങ്കളുടെ മേൽ രക്ഷയുണ്ട്, സമാധാനമുണ്ട്. ഒരു വേള ഇസ്രാ മിഅ്റാജ് യാത്രയുടെ ഏറ്റവും മർമ്മം അതാണ് എന്ന് വ്യക്തിപരമായി ഞാൻ നിരീക്ഷിക്കാറുണ്ട്. കാരണം നമ്മുടെ നമസ്കാരത്തിലെ ഏറ്റവും അവസാനം നമ്മൾ നടത്തുന്ന ഈ വർത്തമാനമുണ്ടല്ലോ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് തക്ബീറത്തുൽ ഇഹ്റാമിനോടുകൂടി കൈകെട്ടി ഏറ്റവും അവസാനം നമ്മൾ നടത്തുന്ന ഈ വർത്തമാനം അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നടത്തിയ സംഭാഷണമാണ്. അതില് 2 റോളും നമ്മളാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു 2 റോളും കൈകാര്യം ചെയ്യുന്ന ഒരു തലത്തിലേക്ക് നമ്മുടെ നമസ്കാരം ഘട്ടം ഘട്ടമായിട്ട് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുന്നുണ്ട്. ഞാൻ മുൻപതിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് സഹോദരങ്ങളോട്. അപ്പോൾ അതവിടെ നിർത്തുകയാണ്. ഈ സൂക്തം ഞാൻ ഓതി വെച്ച സൂക്തം സൂറത്തുൽ ഇസ്രായിലെ 1-ാമത്തെ ആയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുവന്നതിന്റെ ലക്ഷ്യം അവിടെ പറഞ്ഞു വെക്കുന്ന ഒറ്റ വർത്തമാനം ലിനുരിയഹു മിൻ ആയാത്തിന എന്നാണ്. ലിനുരിയഹു മിൻ ആയാത്തിന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കണം. ആ കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തങ്ങളാണ് ഓരോ ആകാശങ്ങളിലും ഉള്ളത്. ആ കാണിച്ചു കൊടുത്ത ദൃഷ്ടാന്തത്തിന്റെ അനന്തര ഫലമാണ് നമ്മൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന നമസ്കാരം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ സൂക്തം ഇനി നമ്മളിലേക്കൊന്ന് ചേർത്ത് വെച്ച് നോക്കുക. നമ്മളിലേക്ക് ചേർത്ത് വെച്ച് നോക്കുക എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ബൈത്തുൽ മുഖദ്ദസിന്റെ അടുത്തേക്ക് പോകാം. എങ്ങനെ? നമ്മുടെ മനസ്സുകൊണ്ട്, നമ്മുടെ അകക്കണ്ണുകൊണ്ട്, നമ്മുടെ ചിന്ത കൊണ്ട് മസ്ജിദുൽ അഖ്സയുടെ സമീപത്തേക്ക് നമ്മളൊന്ന് പോവുക. ഈ നുരിയഹു മിൻ ആയാത്തിന, ആ പോയിന്റ് അങ്ങനെ തന്നെയാണ്. ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവിടെയുണ്ട്. ഈ നുരിയഹു മിൻ ആയാത്തിന, ആ ചുറ്റുപാടുകളെ അള്ളാഹു അനുഗ്രഹിച്ച, അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി പരിഗണിച്ച 3 ഹറമുകളിൽ 3-ാമത്തെ, ലോക മുസ്ലിം സമൂഹം ഏറ്റവും ആദ്യം തിരിഞ്ഞു നിന്ന് നമസ്കരിച്ചിരുന്ന 1-ാമത്തെ കിബില, നൂറുകണക്കിന് പ്രവാചകന്മാരാൽ നയിക്കപ്പെട്ട സമൂഹങ്ങൾ, സമുദായങ്ങൾ
അവരുടെ ചരിത്രപരമായ ഉത്ഥാന പതനങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട നാട്. ആകാശവും ഭൂമിയും തമ്മിൽ ഏറ്റവും അകലം കുറഞ്ഞ പ്രദേശം. അങ്ങനെയും ഒരു നിരീക്ഷണമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അള്ളാഹു അവിടെ നിന്ന് ആകാശത്തേക്ക് ഉയർത്തിയത്? എന്തുകൊണ്ടാണ് മെഹറാജിന്റെ യാത്രയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ നിന്ന് ആകാശത്തേക്ക്? ആകാശവും ഭൂമിയും തമ്മിൽ അകലം കുറവാണ്. ആ വിഷയത്തിൽ നമ്മളെക്കാളും വിശ്വാസം ജൂത സമൂഹത്തിനാണ്. കാരണം ഈ ബൈത്തുൽ മുഖദ്ദസിന്റെ താഴ്വാരങ്ങളിൽ നമ്മളിപ്പോ പോയി കണ്ടാൽ നമുക്ക് കാണാൻ കഴിയും, 1 മീറ്റർ സ്ക്വയർ ഒരു കബറടക്കാനുള്ള സ്ഥലം ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ഡോളർ വിനിയോഗിച്ച് അവർ വാങ്ങിച്ചിടുന്നത്. എന്തിനാ? നെഹ്റു അബ്ദുല്ലാഹി വാഹിഫാഹു, ഞങ്ങൾ അള്ളാഹുവിന്റെ മക്കളാണ്, ഞങ്ങളോടാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. ലൂത, ഞങ്ങളെ നരകം സ്പർശിക്കുകയില്ല, സ്പർശിച്ചാൽ തന്നെ എണ്ണപ്പെട്ട ദിവസങ്ങളെ ഞങ്ങളെ നരകത്തിലുണ്ടാക്കും, അത് കഴിഞ്ഞാൽ അള്ളാഹു ഞങ്ങളെ വിടും. ഇങ്ങനെ ഒരു മിഥ്യാധാരണ അവർ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോ നാളെ പുനരുത്ഥാനത്തിന്റെ സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഓടിയെടുക്കാൻ ആകാശവും ഭൂമിയും തമ്മിൽ ഏറ്റവും അകലം കുറഞ്ഞ ഭാഗം എന്ന നിലക്ക് അവരത് ഇങ്ങനെ സെലക്ട് ചെയ്ത് മില്യൺ കണക്കിന് ഡോളർ അതിനു വേണ്ടി ചെലവഴിച്ച് വാങ്ങിച്ചിട്ടേക്കാണ്. ഞാനത് സാന്ദർഭികമായി സൂചിപ്പിക്കണം. സാന്ദർഭികമായി എന്നല്ല, അതും ഒരു ദൃഷ്ടാന്തമാണ്. ഈ നുരിയഭൂമിനായാത്തിന, ആ ഭൂമിയുടെ ചുറ്റുപാടിൽ നിന്ന് നിങ്ങൾ ചില ദൃഷ്ടാന്തങ്ങൾ വായിച്ചെടുക്കണം. ഇപ്പോ ലോകത്തിലെ ഇസ്ലാമിന്റെ ദൃഷ്ടാന്തങ്ങളെ വായിച്ചെടുക്കാൻ കഴിയുന്ന ഏറ്റവും വ്യക്തമായ, ഏറ്റവും ശക്തമായ ഭൂമി എന്ന് പറയുന്നത് പലസ്തീനാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ഹമാസിനെ ഇല്ലാതാക്കും. ഒരാഴ്ച കൊണ്ട്, 1 മാസം കൊണ്ട് ഗസ എന്ന് പറയുന്നത് ജനശൂന്യമായ ഒരു മരുപ്പറമ്പാക്കി ഞങ്ങൾ മാറ്റുമെന്ന് പ്രഖ്യാപിച്ച ഇസ്രായേൽ ഭരണകൂടമുണ്ട്. ലോകത്തെ ഏറ്റവും അത്യന്താധുനിക ആയുധ സംവിധാനങ്ങളൊക്കെയും സ്വരൂപിച്ച് അതെല്ലാം നിരായുധരായ ഒരു ജനതയുടെ മേൽ നിരന്തരം വർഷിച്ചുകൊണ്ടിരുന്ന ആളുകൾ. ആശുപത്രികൾ തകർക്കപ്പെടുന്നു. ഏറ്റവും അവസാനത്തെ ആശുപത്രി കൂടി തകർക്കുന്നു. ഡോക്ടർമാരില്ല, നഴ്സുമാരില്ല, മരുന്നുകളില്ല, ഭക്ഷണമില്ല, കുടിവെള്ളമില്ല. എല്ലാ അർത്ഥത്തിലും ഒരു സമൂഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരാഴ്ച പറഞ്ഞിരുന്നിടത്ത് നിന്ന് 15 മാസം പിന്നിടുമ്പോ യഥാർത്ഥത്തിൽ നമ്മൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഈ നുരിയ ഭൂമി നായാത്തിന എന്ന് പറയുന്നിടത്താണ്. അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾ കാണും. അള്ളാഹുവിന്റെ ചില ഇടപെടലുകൾ നിങ്ങൾ കാണണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഖുദ്സിന്റെ മുറ്റത്ത്, ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി നിരന്തരം പോരടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഉയർത്തിപ്പിടിച്ച അവരുടെ ആത്മവിശ്വാസം, അവരുടെ ഈമാൻ, ഭാരം വർദ്ധിക്കുമ്പോഴാണ് ഇരുമ്പിന് കനം കൂടുക. തീക്കനയിൽ കിടന്ന് പഴുത്ത് അടിച്ച് പദം വരുത്തിയെടുക്കുമ്പോഴാണ് ഇരുമ്പിന് അതിന്റെ ഗാംഭീര്യവും അതിന്റെ ക്വാളിറ്റിയും ഏറ്റവും നല്ലതാവുക. ആ പരീക്ഷണങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നുപോയ ഒരു സമൂഹം ഈ യൻസുറുക്കുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങളെ അതിജയിക്കാൻ ലോകത്ത് ഒരു സമൂഹത്തിനും സാധ്യമല്ല. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാണ്. എല്ലാ സംഘങ്ങളും എല്ലാ ശക്തികളും, അതിൽ സമ്പത്തുണ്ടാകാം, അധികാരമുണ്ടാകാം, പദവി ഉണ്ടാകാം, ആൾബലമുണ്ടാകാം, എല്ലാം ഒരുമിച്ച് കൂടിയാകും ഈ യൻസുറുക്കുമുള്ള അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഫലാ ഗാലിബ ലക്കും, പിന്നെ നിങ്ങളെ അതിജയിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഇനി നേരെ മറിച്ച് അള്ളാഹു എങ്ങാനും നിങ്ങളെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചാൽ ഏറ്റവും ശക്തമായ വിശ്വാസിയുടെ അവലംബം അള്ളാഹുവാണ്. കഴിഞ്ഞ ഖുതുബയിലൂടെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു വലിയുല്ലദീന ആമനു, അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളുടെ വലിയാണ്, രക്ഷാധികാരിയാണ്. അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങൾക്കെതിരെ ഏതെല്ലാം ശക്തികൾ എന്തെല്ലാം ഉപജാപങ്ങൾ നെയ്തെടുത്താലും, ലോകം മുഴുവനും നിങ്ങളെക്കുറിച്ച് കള്ളക്കഥകൾ മെനഞ്ഞെടുത്താലും, ലോകത്തിന്റെ മുഴുവൻ മനസ്സാക്ഷിയുടെയും മുമ്പിൽ നിങ്ങൾ മോശക്കാരാണെന്നും നിങ്ങൾ ഭീകരവാദികളും തീവ്രവാദികളാണെന്നും വരുത്തി തീർത്താലും അള്ളാഹു നിങ്ങളെ സഹായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഇനി അള്ളാഹു എന്നാലും നിങ്ങളെ പരാജയപ്പെടുത്താൻ തീരുമാനിച്ചാൽ ഫമൻദല്ലദീ യൻസുറുക്കും മിൻ ബഅദിഹി, അതിനുശേഷം നിങ്ങളെ
വിജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഉണ്ടാവുകയില്ല. അള്ളാഹു പരാജയപ്പെടുത്താൻ തീരുമാനിച്ചാൽ. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള എന്ത് നീക്കങ്ങളെയും നിങ്ങൾ നോക്കിക്കോളൂ. ഏതെല്ലാം അധികാര കേന്ദ്രങ്ങൾ ഉപയോഗിച്ചും ഏതെല്ലാം സമ്പത്ത് ഉപയോഗിച്ചും ഏതെല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ചും ആളുകൾ നിങ്ങൾക്കെതിരെ തിരിയുന്നു. ലാ യഹുറന്നക തഖല്ലുബല്ലദീന കഫറൂ ഫിൽ ബിലാദ്. ഓരോ നാടുകളിലെയും ഈ നിഷേധി കൂട്ടങ്ങളുടെ തേക്കൂത്തുകൾ നിങ്ങളെ ഭയപ്പെടുത്തേണ്ടതില്ല, നിങ്ങളെ വഞ്ചിക്കേണ്ടതില്ല. അവരവരുടെ വഴിയെ പോയിക്കോളും. അവരേതെല്ലാം അർത്ഥത്തിൽ ഇസ്ലാമിക സമൂഹത്തിനെതിരെ, കേവലം ഫലസ്തീനിൽ മാത്രമല്ല ലോകത്ത് ഉടനീളം നമ്മളെക്കുറിച്ചും ആലോചിക്കേണ്ട, ചിന്തിക്കേണ്ട ഒരു സമയമാണ്. 1950 ജനുവരി 26-നാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വരുന്നത്. നമ്മുടെ രാഷ്ട്രം ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുന്നത്. ജസ്റ്റിസ്, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രട്ടേലിറ്റി, നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ മഹിതമായ 4 മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട അതിശക്തമായ ഒരു ഭരണഘടനയുള്ള രാഷ്ട്രമാണ് നമ്മുടെ രാജ്യം എന്നത്. ആ 4 പില്ലറുകൾ അല്ലെങ്കിൽ ആ 4 അടിത്തറകളെ നമ്മളൊന്ന് പരിശോധിക്കൂ. ജസ്റ്റിസ് എന്ന് പറയുന്നത്, നീതി എന്ന് പറയുന്ന അതിന്റെ ഒന്നാമത്തെ തട്ട്, അതിന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന 2ാമത്തെ വശം, സമത്വം എന്ന് പറയുന്ന 3ാമത്തെ വശം, സാഹോദര്യം എന്ന് പറയുന്ന 4ാമത്തെ. ഈ 4 മൂല്യങ്ങളും യഥാർത്ഥത്തിൽ ഈ 4 അടിത്തറകളും നിഷ്പ്രഭമായി മാറിയ ഒരു കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ മുസ്ലിം ജനത വിശേഷിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ ജനതയും അങ്ങനെയാണ്. ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അതികഠിനമായ പരീക്ഷണത്തിന്റെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. ഒരു റിപ്പബ്ലിക് ദിനം കൂടി ആഗതമായ സാഹചര്യത്തിൽ പ്രിയമുള്ള സഹോദരങ്ങളോട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ വിശ്വാസികൾക്ക് നൽകുന്ന പ്രതീക്ഷയുടെ കിരണങ്ങൾ പകർന്നു തരുന്ന വാതിലുകളുണ്ട്. ആ വാതിലുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലാ യഹുറന്നക തഖല്ലുബുല്ലദീന കഫറൂ ഫിൽ ബിലാദ്. ഓരോ നാടുകളിലും ഇസ്ലാമിക സമൂഹത്തിനെതിരെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ കൂട്ടുകൾ, അവരുടെ എല്ലാ പേക്കൂത്തുകളും അതിൻ്റെതായ വഴിക്ക് നടന്നുകൊള്ളട്ടെ. നിങ്ങളെ അതൊന്നും വഞ്ചിക്കേണ്ടതില്ല. മതാഉൻ ഖലീലുൻ സുമ്മ മഅവാഹും ജഹന്നം വബിഇസൽ മിഹാദ്. മതാഉൻ ഖലീൽ, അവരാ കാണിച്ചുകൊണ്ടിരിക്കുന്ന പേക്കൂത്തുകളൊക്കെ ഒരല്പകാലത്തേക്ക് മാത്രം നിലനിൽക്കാനുള്ള പരിമിതമായ വിഭവങ്ങളാണ് അതൊക്കെയും. അവിടെ നിന്ന് അവർക്ക് പിന്നീട് സഞ്ചരിക്കാനുള്ളത് സുമ്മ മഅവാഹും ജഹന്നം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഠിനമായ പിടുത്തത്തിന് വിധേയമായി നരകയാതനകളിലേക്ക് അവർക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഏറ്റവും മ്ലേച്ഛമായ, ഏറ്റവും മോശമായ സങ്കേതത്തിലേക്ക് അവർ പ്രവേശിക്കും. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞത് ഇസ്രായേലിന്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരൊറ്റ രാത്രി കൊണ്ട് കൊണ്ടുപോയത് ലിനുരിയഹു മിൻ ആയാതിന എന്ന് പറയുന്ന നമ്മുടെ ചില ദൃഷ്ടാന്തങ്ങളെ കാണിക്കാനാണ് എന്ന് പറയുന്നിടത്ത് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കുറേയധികം ദൃഷ്ടാന്തങ്ങൾ ആ ഭൂമിയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. വഹ്ന് ബാധിക്കാത്ത ഒരു ജനത, തളർച്ച ബാധിക്കാത്ത ഒരു ജനത, അനീതിയോട് സന്ധിയാകാൻ ഒരുക്കമില്ലാത്ത ഒരു ജനതയുടെ വിജയമാണ് യുദ്ധത്തിൽ നിന്ന് യുദ്ധവിരാമം കുറിച്ചുകൊണ്ടുള്ള കരാറുകളിൽ ഒപ്പുചാർത്തിയതിലൂടെ ലോകത്തിന് കണ്ടെത്താൻ കഴിഞ്ഞത്. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഫലസ്തീനിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇസ്രായേലിന്റെ ദൗർബല്യങ്ങൾ വിളിച്ചോന്നതിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. എന്നല്ല, ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും എന്ന് പറഞ്ഞിടത്തു നിന്ന് ഈയലുകൾ പോലെ മനുഷ്യർ പിന്നെയും പിന്നെയും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങാൻ ഉറച്ച ചുവടുവെപ്പുകളും തക്ബീർ ധ്വനികളുമായിട്ട് ഞങ്ങളുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടൊരു ഒരു സംഘം മുന്നോട്ട് വരുന്നത് പിന്നെയും പിന്നെയും നാം കണ്ടുകൊണ്ടിരിക്കുന്നു. 50,000-ഓളം മനുഷ്യർ രക്തസാക്ഷികളായി എന്ന് പറയുമ്പോൾ സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരും ഒക്കെ ഉൾപ്പെടെ കഴിഞ്ഞ 15 മാസം കൊണ്ട് 50,000-ഓളം ആളുകൾ രക്തസാക്ഷികളായി എന്ന് പറയുമ്പോഴും ഇനിയും ഞങ്ങൾ രക്തസാക്ഷിത്വം കൊതിക്കുന്ന
അനേകായിരങ്ങൾ ഇവിടെ ബാക്കിയുണ്ട് എന്ന തികഞ്ഞ ബോധത്തോടു കൂടിയിട്ട് ഒരു സംഘം എഴുന്നേറ്റ് നിൽക്കുന്നു. അവരെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വലാ തഹിനു വതദ്ഉ ഇലൽ, നിങ്ങൾ സഹിതരാകേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾ രഞ്ജിത്തിന്റെയും സന്ധിയുടെയും ഒത്തുതീർപ്പിന്റെയും ആവശ്യങ്ങളുമായി ആരെയും നിങ്ങൾ സമീപിക്കേണ്ടതില്ല. നിങ്ങളുടെ മുമ്പിലേക്ക് അവർ മടങ്ങി വരും. നിങ്ങളുടെ മുമ്പിൽ ഒപ്പുചാർത്തണമെന്ന ആവശ്യവുമായി അപേക്ഷയുമായി അവർ കടന്നു വരും. നിങ്ങളായിട്ട് അവരുടെ മുമ്പിലേക്ക് പോകേണ്ടതില്ല. കാരണം വഅൻതുമുൽ അഅ്ലൗന, നിങ്ങളാണ് ഏറ്റവും ഉന്നതരായ ആളുകൾ. വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് രംഗത്തിറങ്ങിയവരാണ് നിങ്ങൾ. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്യാൻ കഴിയുന്ന ഈമാനിന്റെ ഊർജ്ജസ്വലമായ കരുത്ത് വിശ്വാസിയുടെ അകങ്ങളിൽ കയറിക്കൊണ്ടിരിക്കുന്നവരാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ കരുത്ത് ചോർന്നു പോയാൽ മാത്രമാണ് അവനെ പരാജയപ്പെടുത്താൻ കഴിയുക. അതല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന വിജയം ഇഹലോകത്തും പരലോകത്തുമായി വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആസ്വദിക്കാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ രഞ്ജിത്തിന്റെ ഭാഷയുമായി നിങ്ങൾ പുറകെ നടക്കേണ്ടതില്ല. കാരണം വഅൻതുമുൽ അഅ്ലൗന വല്ലാഹു മഅക്കും, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളോടൊപ്പമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടെയുണ്ട് എന്ന് ഒരു മനുഷ്യന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹു കൂടെയുണ്ട് എന്ന് ഒരു സംഘത്തിന് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, അല്ലാഹു കൂടെയുണ്ട് എന്ന് ഒരു കൂട്ടർക്ക് അടിയുറച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല മാധുര്യമേറിയ വിശ്വാസത്തിന്റെ കരുത്ത് അനുഭവിക്കാൻ കഴിയുന്നവരായിരിക്കും. അവരെ പരാജയപ്പെടുത്താൻ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. അതിജീവനത്തിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച എല്ലാ യോഗ്യതകളുമുള്ള ഒരു സമൂഹമാണ് ഞങ്ങളെന്ന് ഗസ്സയിലെ ജനത ലോകത്തെ മുസ്ലിം സമൂഹത്തോട് വിളിച്ചു പറയുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, അല്ലയോ വിശ്വസിച്ചവരെ, അല്ലാഹുവിന്റെ ദീനിന്റെ പാതയിൽ നിന്ന് നിങ്ങളിൽ ആരെങ്കിലും വിട്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിട്ടുപോകാം. നിങ്ങൾക്ക് ഇവിടെ നിൽക്കണമെന്ന് യാതൊരു നിബന്ധനയുമില്ല. ശക്തമായ ഒരു വെല്ലുവിളിയുടെ, ഒരു താക്കീതിന്റെ സ്വരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ മയ്യർതദ്ദ മിൻകും അൻ ദീനിഹി, നിങ്ങൾക്ക് വിട്ടുപോകാൻ സ്വാതന്ത്ര്യമുണ്ട്. നിൽക്കാൻ താല്പര്യമില്ലാത്തവർക്ക്, വിശ്വാസത്തിന്റെ ദാർഢ്യതയെ ഏറ്റെടുക്കാൻ കഴിവില്ലാത്തവർക്ക് ഈ മാർഗത്തിൽ നിന്ന് പോകാം. പക്ഷേ നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരും. നിങ്ങൾ ഉപേക്ഷിച്ചു പോയയിടത്ത് അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ കഴിയുന്ന, അല്ലാഹുവിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന, ഈമാനിന്റെ കരുത്തുകൊണ്ട് ലോകത്തിന്റെ ചരിത്രത്തിൽ പുതിയ ഏടുകൾ, സങ്കലിപ്പികൾ കൊണ്ട് തുന്നിച്ചേർക്കാൻ കഴിയുന്ന ഒരു പുതിയ സമൂഹത്തെ അല്ലാഹു കൊണ്ടുവരും. അവരുടെ സവിശേഷത എന്താണ് എന്ന് ചോദിച്ചാൽ, യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു അദില്ലത്തിൻ അലൽ മുഅ്മിനീന അഇസ്സത്തിൻ അലൽ കാഫിരീന യുജാഹിദൂന ഫീ സബീലില്ലാഹ്. അവരുടെ സവിശേഷത, അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, അല്ലാഹു അവരെ സ്നേഹിക്കുന്നവരാണ്, വിശ്വാസികളോട് പരസ്പരം ഐക്യത്തോടുകൂടി സ്നേഹത്തോടുകൂടി പെരുമാറുന്നവരാണ്, നിഷേധികളോട് കാർക്കശ്യത്തോടുകൂടി പെരുമാറുന്നവരാണ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരാണ്. മാത്രമല്ല വലാ യഖാഫൂന ലൗമത ലാഇം, ഒരു പരിഹാസകന്റെയും ഒരാക്ഷേപത്തെയും ഭയപ്പെടാത്ത, ആര് വേണമെങ്കിലും ആക്ഷേപിച്ചുകൊള്ളട്ടെ, എന്റെ റബ്ബിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ, എന്റെ നാഥന്റെ വഴികളിൽ എഴുന്നേറ്റ് നിൽക്കാൻ എനിക്ക് കരുത്തുണ്ട് എന്ന ആത്മവിശ്വാസവും ആത്മബോധവുമുള്ള വിശ്വാസിയെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. നിങ്ങളില്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ട് മറ്റൊരു സമൂഹത്തെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദൗത്യം നിർവഹിപ്പിക്കും. പ്രിയമുള്ളവരെ, ഗസ്സ നമ്മളോട് പറയുന്നത്, ഫലസ്തീൻ നമ്മളോട് പറയുന്നത്, ഞങ്ങളിതാ എഴുന്നേറ്റ് നിൽക്കാൻ സന്നദ്ധരാണ്, ഞങ്ങൾ മാറിക്കൊടുക്കാൻ തയ്യാറല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, കൈകൾ നഷ്ടപ്പെട്ട, കാലുകൾ നഷ്ടപ്പെട്ട, ശരീരത്തിലെ അവയവങ്ങൾ ഛേദിക്കപ്പെട്ടപ്പോഴും ആ മുറിപ്പാടുകൾ വച്ചു കെട്ടിയിട്ട് പുതിയ ഒരു നാഗരികതയെ കെട്ടിപ്പടുക്കാൻ
ഇസ്ലാമിക സംസ്കാരത്തെ കെട്ടിപ്പടുക്കാൻ കല്ല് ചുമന്നുകൊണ്ടിരിക്കുന്ന മുറിവേറ്റ മനുഷ്യരെ നമ്മൾ കാണുന്നു. എല്ലാം തകർന്നു പോയിടത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന മനുഷ്യരെ നമ്മൾ കാണുന്നു. അവർ കരയുകയല്ല ചെയ്യുന്നത്. അവരുടെ കരച്ചിലുകൾ, അവരുടെ പ്രാർത്ഥനകൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്തുകൊണ്ട് ഇനിയും ഈ മണ്ണിൽ ഞങ്ങൾ നിലനിൽക്കുമെന്ന്, ഇനിയും ഈ മണ്ണിൽ അള്ളാഹുവിന് വേണ്ടി ഞങ്ങൾ ഉറച്ചു നിൽക്കുമെന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി അവർ നിലകൊള്ളുന്നു. അവർ പരസ്പരം സ്നേഹിക്കുന്നു, അള്ളാഹുവിനെ സ്നേഹിക്കുന്നു, അള്ളാഹു അവരെയും സ്നേഹിക്കുന്നു. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ എവിടെയാണ് ജീവനോടെയുള്ളത് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഇടങ്ങൾ ഗസയാണ് എന്ന് പറയാൻ കഴിയും. ഞങ്ങൾ ദുനിയാവിനേക്കാൾ കൂടുതൽ ആഖിറത്തിന് പ്രാധാന്യം നൽകുന്നു എന്ന്, ഞങ്ങൾ ദുനിയാവിനേക്കാൾ കൂടുതൽ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലത്തിന് ഞങ്ങൾ പ്രാധാന്യം നൽകുന്നു എന്ന്, രക്തസാക്ഷികളായി മരിക്കാൻ കൊതിക്കുന്നു എന്ന് നിരന്തരം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജനത. അസ്മാ അമാനീന എന്ന്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള മരണം എന്ന് പറയുന്നത് അഹ്ല അമാനീന, ഏറ്റവും മാധുര്യമേറിയ ഞങ്ങളുടെ സ്വപ്നമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്ന ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന, സ്വർഗ്ഗത്തിന് പകരമായി സമ്പത്തും ശരീരവും ഒക്കെ അള്ളാഹുവിന് വിറ്റ് കഴിഞ്ഞ ഞങ്ങൾ എന്തിനാണ് ഇനി കാത്തിരിക്കുന്നത് എന്ന വളരെ ലളിതമായ ഇസ്ലാമിക യുക്തിയെ അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ മരണം ഏറ്റവും മാധുര്യമേറിയതാണ്. കാരണം ഞങ്ങളുടെ സമ്പത്തും ഞങ്ങളുടെ ശരീരവും ഒക്കെ ഞങ്ങൾ അള്ളാഹുവിന് വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഞങ്ങൾ ആരെയാണ് ഭയപ്പെടാനുള്ളത്? ഞങ്ങൾ ഭയപ്പെടേണ്ടത് ഇസ്രായേലിനെയാണോ? ഞങ്ങൾ ഭയപ്പെടേണ്ടത് അമേരിക്കയെയാണോ? അല്ലെങ്കിൽ അവർക്കൊക്കെയും ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് റാൻമൂളികളായി നിലകൊള്ളുന്ന ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലുള്ള അറബികളും അനറബികളുമായ മനുഷ്യക്കൂട്ടരെയാണോ ഞങ്ങൾ ഭയപ്പെടേണ്ടത്? അല്ല, അതിനേക്കാളൊക്കെ ഉപരി ഞങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കുന്നു എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരു സമൂഹം. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബയിലൂടെ പറയുന്ന പോലെ നിങ്ങളുടെ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് വിഷയങ്ങളെ എടുത്തു പറയുന്നു. ഞങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, ഞങ്ങളുടെ മക്കളെക്കാൾ, ഞങ്ങളുടെ കച്ചവടത്തെക്കാൾ, ഞങ്ങളുടെ വീടിനേക്കാൾ, ഞങ്ങളുടെ സഹോദരങ്ങളെക്കാൾ, ഞങ്ങളുടെ ഇണകളെക്കാൾ, ഞങ്ങൾക്ക് സമ്പാദ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാന സ്രോതസ്സുകളെക്കാളൊക്കെ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനെയും ഞങ്ങൾ സ്നേഹിക്കുന്നു എന്ന് സൂറത്തു തൗബയിലൂടെ പറഞ്ഞു വെച്ചതുപോലെ ഒരു ജനത അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ജനതയാകട്ടെ നമുക്ക് മുമ്പിലേക്ക് വിസ്മയത്തിന്റെ ഒരുപാട് പാഠങ്ങൾ പകർന്നു തരുന്നു. ഞങ്ങളിവിടെ പോരടിക്കുമ്പോ, ഞങ്ങൾ പലസ്തീനിന്റെ ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി നിലകൊള്ളുമ്പോ ലോകത്തെ മുസ്ലിം സമൂഹങ്ങളിലെ അംഗങ്ങളായിരുന്ന നിങ്ങൾ എവിടെയായിരുന്നു എന്ന ഒരു ചെറിയ ചോദ്യം കൊണ്ട് അവർ നമ്മുടെ കണ്ണു തുറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിഷയം സൂചിപ്പിച്ചത് രണ്ട് സാഹചര്യങ്ങളെ സവിശേഷമായി ഞാൻ മുന്നിൽ വെച്ചുകൊണ്ടാണ്. അതിലൊന്ന് ഇസ്രാ മെഹ്റാജിന്റെ യാത്രയെ കുറിച്ച് ധാരാളം ചർച്ചകളും പഠനങ്ങളും നടക്കുന്ന ഒരു സമയം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹുവാണ് ഇസ്രാ ചെയ്തത് എങ്കിൽ, ഇസ്രാ നടത്തിയതെങ്കിൽ, പ്രിയമുള്ളവരോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മളായിട്ട് നമ്മുടെ മനസ്സുകൊണ്ടൊരു ഇസ്രാ നടത്തേണ്ടതുണ്ട്. ആ ഇസ്രായിലൂടെ ഈ നുരിയഹൂമിൻ ആയാത്തിന എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ചില ദൃഷ്ടാന്തങ്ങൾ ഫലസ്തീനിന്റെ മണ്ണിൽ നിന്ന്, ഫലസ്തീനിന്റെ ജനതയിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട്, നമ്മൾ വായിച്ചെടുക്കേണ്ടതുണ്ട്. രണ്ടാമത്തേത് 15 മാസം ഒരാഴ്ച കൊണ്ട് തുടച്ചു നീക്കുമെന്ന് പറഞ്ഞെടുത്തു നിന്ന് 15 മാസക്കാലമായതിനു ശേഷം ഒത്തുതീർപ്പിന്റെയും രഞ്ജിപ്പിന്റെയും സമവായത്തിന്റെയും ഒക്കെ കരാറുകളുമായിട്ട് രംഗത്തേക്ക് വരുന്ന ഇസ്രായേൽ ഞങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നുവെന്ന് പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി, അല്ലാഹുവിന്റെ ദീനിനു വേണ്ടി, ഖുദ്സിനു വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ഏറ്റവും ധീരന്മാരിൽ ധീരരായ ഒരു ജനതയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവരിൽ നിന്ന് വായിച്ചെടുക്കാൻ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ, നിങ്ങൾ വിശുദ്ധ ഖുർആനിലേക്ക് നോക്കുക. അതേ ആയത്തുകൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന, അതേ ആയത്തുകൾ ജീവിതത്തിലേക്ക് ഏറ്റെടുത്ത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനത നമുക്ക് തൊട്ടടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന ജീവൽ സാക്ഷ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹമാണ്.
ആ വർത്തമാനത്തെ ചരിത്രങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഈമാൻ ഒന്ന് മെരുക്കിയെടുക്കാൻ, ഒന്ന് ഊതിക്കാറ്റിയെടുക്കാൻ, ചാരം മൂടിക്കിടക്കുന്ന തീക്കനലിലെ ആ ചാരമൊന്ന് ഊതിയാൽ പ്രഭുചരിയുന്ന തീക്കനലിനാകുന്നത് പോലെ നമ്മുടെ ഈമാനിനെ ഒന്ന് ജ്വലിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. കേവലം കഥ കേൾക്കാൻ, കേവലം വാർത്ത കേൾക്കാൻ, കുറെ ഇൻഫർമേഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ല പലസ്തീനിലേക്ക് നോക്കേണ്ടത്. ആ നോക്കുന്ന നോട്ടങ്ങളിൽ നിന്ന് നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈമാനിനെ ഒന്ന് ജ്വലിപ്പിച്ചെടുക്കണം. ആ ജ്വലിപ്പിച്ചെടുക്കുന്ന ഈമാൻ കൊണ്ടാണ് അള്ളാഹു അനുഗ്രഹിച്ചാൽ ഒരു മാസം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കടന്നു കയറേണ്ടത്. വിശുദ്ധ റമദാനിന്റെ മുന്നൊരുക്കത്തിന്റെ സന്ദർഭം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഊതിക്കാറ്റിയ ഈമാനുമായി അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരായി, അള്ളാഹു സ്നേഹിക്കുന്നവരായി വിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കാൻ സൗഭാഗ്യം ലഭിക്കുന്ന, ദീർഘായുസ് ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിലനിൽക്കുന്ന ഖുദ്സിന്റെ വിമോചനത്തിന് വേണ്ടി ഏറെ ഊർജ്ജസ്വലതയോടുകൂടി, ആർജവത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന ഫലസ്തീൻ ജനതയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായ വിജയം ഇരുലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ രക്തസാക്ഷിത്വങ്ങൾ, അവരുടെ വിയർപ്പുതുള്ളികൾ, അവരുടെ അധ്വാന പരിശ്രമങ്ങൾ സർവാധിനാഥനായ തമ്പുരാൻ എല്ലാ അർത്ഥത്തിലും പരിഗണിക്കപ്പെടുന്ന ഏറ്റവും മൂല്യവത്തായ നന്മകളുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.